എന്ത് നേടി എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നമ്മൾ നേടിയത് ദൈവത്തിന് എന്തെങ്കിലും, നിന്റെ വളർച്ച കൊണ്ട് ദൈവരാജ്യത്തിന് എന്തെങ്കിലും വളർച്ച ഉണ്ടായോ? നിനക്ക് പണം കിട്ടിയതുകൊണ്ട് ദൈവരാജ്യം വളർന്നു. നിനക്ക് പേരുണ്ടായതുകൊണ്ട് ദൈവരാജ്യത്തിനും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നീ എന്ത് ചെയ്യും? What you have done for the gospel, for the evangelization, അനേകരുടെ മാനസാന്തരത്തിന്, ജീവിത വിശുദ്ധിക്ക് വേണ്ടി നീ എന്ത് ചെയ്യും? It's a big question. We have to ask ourselves. ധ്യാനവും പ്രാർത്ഥന ഇതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യും? ഈശോയുടെ അല്ലേ സ്വർഗത്തിന്റെ ആനന്ദത്തിന് എന്ത് ചെയ്യും? ഞാൻ പലപ്പോഴും എൻ്റെ മുമ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരൊഴുകുന്നൊരു അനുഭവം എൻ്റെ കൺമുമ്പിൽ നടന്നു. അന്ന് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റെവലേഷൻ എന്നത് അനേകം ആത്മാക്കൾ തീ നരകത്തിലേക്ക് പോയി വീഴുന്നതായിട്ട്. ചില നരകമുണ്ട്, നരകമില്ല, പേടിക്കൊന്നും വേണ്ട, ദൈവത്തെ കരുണ രക്ഷപ്പെടുന്നൊക്കെ പറയുമ്പോഴും പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ദൈവിക ദർശനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വളരെ ക്ലാരിറ്റിയാണ്. അതിനെനിക്ക് സംശയമൊന്നും കാരണം അതിനെ ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ അനുഭവങ്ങളിലേക്ക് ഉണ്ടാകുന്നത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഐ കനോട്ട് ആർഗ്യൂ വിത്ത് ഗോഡ്. ദൈവത്തോട് എനിക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത്. അപ്പം അതാണ് എൻ്റെ രഹസ്യം.